ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബജി വാഴക്ക കൊണ്ടൊരു മസാല വടയാണ്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ വാഴക്ക ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത ശേഷം വാഴക്ക നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒന്നൊന്നായിട്ട് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. വാഴക്കയെല്ലാം ഞാനിപ്പോൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൊലി കളഞ്ഞ ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. വേവിച്ച വാഴയ്ക്ക ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ പ്രയാസമായിട്ട് തോന്നിയാൽ മാത്രം മിക്സിയിലൊരു കറക്ക് കറക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ സവാള, കുറച്ച് കറിവേപ്പില, മല്ലിയില, പിന്നെ പച്ചമുളക് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളക് കൂടി. ഇവിടെ നല്ല എരിവായിട്ടുള്ള വടയാണ്, മസാല വടയില്ല, അപ്പോൾ നല്ല എരിവായിട്ടുണ്ടാവും. അതിന് 2-3 പച്ചമുളക് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുഴയ്ക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാവും, കയ്യിലൊക്കെ ഒട്ടി പിടിക്കും. നമുക്ക് അത് ഇച്ചിരി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് പൊടി. ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 സ്പൂൺ മതി. ഗരം മസാല 1 സ്പൂണ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പെരുംജീരകം 1 സ്പൂൺ, ഇത്ര ഇട്ട് കൊടുക്കാം. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി 1 സ്പൂൺ അരിപ്പൊടി. ഇനി നമുക്ക് ഒരു 3 സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ മസാല വടയ്ക്കുള്ള മാവെല്ലാം തയ്യാറായിട്ടുണ്ട്. ഈ മാവ് കുഴയ്ക്കാൻ കുറച്ച് പ്രയാസപ്പെടും നമ്മൾ. അതായത് വാഴയ്ക്ക ആയതുകൊണ്ട് കുറച്ച് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അതുണ്ടാവാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എണ്ണ കുറച്ച് ഒഴിച്ച് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് വട തയ്യാർ ചെയ്യാം. മാവെല്ലാം ഞാനിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ ചുട്ടെടുക്കാം. ഇനി നമുക്ക് എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കാം. വടയെല്ലാം ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഴയ്ക്ക മസാല വട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയിട്ടാണിത്. നമുക്കിതിനോടൊപ്പം സോസോ ചട്നി എന്ത് വെച്ച് വേണം കഴിക്കാം. കുറച്ച് ചെയ്യാൻ ഇത്തിരി പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും, എന്നാലും നല്ലൊരു ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം.